ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗായ്സ്. അവസാനം പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. ഒരു രക്ഷയില്ല. നമ്മൾ ആ ഒരു പോലീസുകാരൻ്റെ കൂടെ നമ്മളങ്ങ് യാത്ര ചെയ്യും. അത്ര അടിപൊളി റിയലിസ്റ്റിക്, റിപ്പീറ്റ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള കിടിലം പടം. പടം ഡയറക്റ്റഡ് ബൈ ജിത്തു അഷ്റഫ്. ഹാറ്റ്സ് ഓഫ് ടു ഡയറക്ടർ. കിടിലം ഡയറക്ഷൻ, കിടിലം. സെക്കൻഡ് ഹാഫ് ഒക്കെ അവസാനം എഡ്ജ് ഓഫ് ദി സീറ്റ് ആണ് പടത്തിന്റെ. പടം ക്രൈം ത്രില്ലർ മോഡിലാണ് പോകുന്നത്. സസ്പെൻഷൻ ട്വിസ്റ്റ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ പടം പോകുന്ന ആ ഒരു വേവ് ലെങ്ത് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമ്മൾ കണ്ണു തുറന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ് ഒരു നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫുൾ കോൺസെൻട്രേഷൻ ഓൺ ദ സ്ക്രീൻ ആയിരിക്കണം. അങ്ങനെയാണ് ഈ പടം എടുത്ത് വെച്ചേക്കണം. ഓൺ ദ സ്പോട്ട് അടിപൊളി സാധനം. അടുത്ത് എടുത്ത് പറയണത് ഇതിനകത്ത് റൈറ്റർ ഷഹീഖ് കബീർ. പുള്ളിക്കാരൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള സിനിമ നായാട്ടിൽ എഴുതിയത് പുള്ളിക്കാരനാണ്, ജോസഫ്. പിന്നെ ഇലവീഴ പൂഞ്ച ഡയറക്റ്റ് ചെയ്തത് ഈ പുള്ളിക്കാരനാണ്. എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി, കിടിലം സ്റ്റോറിയാണ്. ഗ്രിപ്പിംഗ് ആണ് പടം. കിടിലം ഗ്രിപ്പിംഗ് സ്റ്റോറി, ഗ്രിപ്പിംഗ് മേക്കിംഗ്, ഗ്രിപ്പിംഗ് ആണ് സാധനം. ഇനി എടുത്തു പറയണം ക്യാരക്ടർ വൈസ്, എൻ്റെ അമ്മോട് പച്ചയ്ക്ക് പറയട്ടെ, എല്ലാം ജീവിച്ചത് സത്യം. എല്ലാം ജീവിക്കായിരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെ ആക്ടിങ് മൈൻഡ് ബ്ലോയിങ്. 5-ാം പാതിരയ്ക്ക് ശേഷം കുഞ്ചാക്കോ ബോബനെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഞാൻ കണ്ട് ആഗ്രഹിച്ച് കൈയടിച്ച ഈ ഒരു സിനിമ. എനിക്ക് തോന്നുന്നത് നായാട്ട് മറ്റേ സിനിമ ഇന്നത്തെ കേസ് കൂട് അതൊന്നും മോശമൊന്നല്ല, അതിലൊക്കെ കൊള്ളാം. പക്ഷെ ആ പോലീസ് റോളിൽ വന്ന് വിലസിയ ഈ ഒരു പടം ആഫ്റ്റർ 5-ാം പാതിര ഞെരുപ്പാണെന്ന് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുത്തു പറയും. ഇതിലുള്ള കുഞ്ചാക്കോവിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ്. അതിൽ പോലീസ് ഓഫീസർ, അതായത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് എഴുതി കാണിക്കുന്ന എൻ്റെ മോനെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ടൈറ്റിൽ കാർഡിൻ്റെ ആ ഒരു സംഭവം നമ്മളെ ഞെട്ടിപ്പോവും. സീരിയസ്ലി പടം കണ്ടവർക്ക് ഇത് മനസ്സിലാവും. പടം കണ്ടവർക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് കമൻറ്റ് ചെയ്യണം. കുഞ്ചാക്കോ ഇൻട്രോ സീൻ കണ്ടിട്ട് എങ്ങനെ തോന്നി എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിയാമണി ഉണ്ട്, റംസാൻ, വൈശാഖൊക്കെ എൻ്റെ അമ്മ, ഇവ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കിടിലം പെർഫോമൻസ്. പിന്നെ ആ 2 പെണ്ണുങ്ങൾ, എനിക്ക് അവരുടെ പേരറിയത്തില്ല, അവരുടെയൊക്കെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലടി. ഞാൻ എന്ത് പറയാം, ഗ്രിപ്പിംഗ് പെർഫോമൻസ് ആയിരുന്നു, ഗ്രിപ്പിംഗ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് കുഞ്ചാക്കോവൻ്റെ ആ ഒരു കുഞ്ഞുണ്ട്, ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അയ്യോ, എന്ത് പെർഫോമൻസ് ആണ് ആ കൊച്ചിൻ്റെ അവസാനം. അതൊക്കെ പൊളി സാധനമാണ് കേട്ടോ. ആ ഗ്രിപ്പിംഗ് സ്റ്റോറി. പിന്നെ മ്യൂസിക്, ജേക്സ് ബിജോയ്, എൻ്റെ അമ്മോ വണ്ടർഫുൾ ബി.ജി.എം ഒരു രക്ഷയില്ല. എന്ത് കിട്ടിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചേക്കണ്ടേ. ഗ്രിപ്പിംഗ് സാധനം. ആക്ഷൻ സീക്വൻസ് ഒക്കെ സെറ്റ്, റിയലിസ്റ്റിക്കിൻ്റെ അങ്ങേ അറ്റം. അതെന്ന് വെച്ചാൽ അനാവശ്യം മറ്റേ കത്തി പരിപാടിയൊന്നുമല്ല, സെറ്റ്. ആ തൃപ്തി. അവസാനത്തെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, നമുക്ക് തൃപ്തികരമായിട്ട് തരുന്ന ഒരു ഫൈറ്റ് സീനാണ്. പടത്തിൻ്റെ എൻഡിങ് നമുക്ക് ഫുൾ തൃപ്തിയാണ്. പടം നമുക്ക് തൃപ്തിയായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം ഈ സിനിമ കണ്ടിട്ട്. 100% ജസ്റ്റ് ട്രസ്റ്റ് മീ, ഗോ ആൻഡ് വാച്ച് ദ ഫിലിം ഇൻ ദി തിയേറ്റേഴ്സ്. ഒരു കിടിലം തിയേറ്ററിൽ പോയി കിടിലമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സെറ്റ് പടം. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് വന്നിട്ട് ചമൻ ചാക്കോ ആണ് എഡിറ്റിംഗ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ എനിക്ക് പേഴ്സണലി കുറച്ച് തോന്നിയ ഒരു ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബ്ബിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ പറയുന്ന ഒന്നും പിന്നെ ഡബ് ചെയ്തിരിക്കുന്ന കുറച്ച് ഡയലോഗ്, അത് കുറച്ച് സിനിമ, അതൊന്നും ഈ പടത്തിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതിനെ പറ്റി അത് നിങ്ങൾ ഈ കാര്യം ചിന്തിക്കുകയും വേണ്ട. നിങ്ങൾ യാതൊരു ഈ ഒരു ആ ഒരു പോർഷൻ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യത്തില്ല പടത്തിൻ്റെ.
അത്ര ഗ്രിപ്പിങ്ങാണ് പടം പോകണം, ഒരു രക്ഷയില്ല. കൈ അടിച്ച് ഇറങ്ങി വന്നതാണ് ഞാൻ തിയേറ്ററിൽ നിന്ന്. അത്രയ്ക്ക് ഞാൻ പടം എൻജോയ് ചെയ്ത്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി തിയേറ്ററിൽ പോയി കാണും. ജസ്റ്റ് എൻജോയ് ദ ഫിലിം. പടം കട്ട ഡാർക്ക് ഹ്യൂമറാണ്, കട്ട ഡാർക്ക് ഹ്യൂമറാണ് ആ സ്റ്റോറി. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒരു ആണുങ്ങൾക്ക് മാത്രമല്ല, ഈ പെണ്ണുങ്ങൾക്ക് വില്ലനിസം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചൊരു സിനിമയും കൂടെയാണ് ഈ സിനിമ. പെണ്ണുങ്ങൾക്കും വില്ലൻ ക്യാരക്ടർ അടിപൊളി ചെയ്യാൻ പറ്റും. അത് അല്ലാതെ ചുമ്മാ ഹീറോയിൻ മാത്രമായിട്ടല്ല അടിമാനാശ, വില്ലൻ നെഗറ്റീവ് റോൾസൊക്കെ കിടിലായിട്ടൊക്കെ ചെയ്യണം. അതൊക്കെ പ്രൂവ് ചെയ്തതാണ് ഈ സിനിമ. മാർട്ടിൻ പ്രക്കാട്ടാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. മാർട്ടിൻ പ്രക്കാട്ടിനെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടില്ല ക്യാരക്ടേഴ്സ് എല്ലാം സെറ്റ് എല്ലാ ക്യാരക്ടേഴ്സിനൊക്കെ നല്ല കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് ചൂസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സൊക്കെ കിട്ടില്ല. ഗോ ജസ്റ്റ് വാച്ച് ദ മൂവി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ട്രസ്റ്റ് മീ ആൻഡ് ഗോ വാച്ച് ദ ഫിലിം. വിട്ട് കളയില്ല സിനിമ തിയേറ്ററിൽ നിന്ന്. OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് പോയി പടം കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആകും KC. എല്ലാം ആവട്ടെ. ബൈ. കണ്ടുവെന്ന് കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാ.